തമിഴ്നാട്ടിലെ കുംഭകോണത്ത് അയൽവാസിയുമായുള്ള തർക്കത്തിനിടെ ചവിട്ടേറ്റ വയോധികൻ മരിച്ചു. മുരുകയ്യനാണ് മരിച്ചത്. സംഭവത്തിൽ അയൽവാസികളായ 3 പേർ ഒളിവിലാണ്. കോഴിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. മുഹമ്മദ് റയീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. റയീസ്, എന്താണ് സംഭവിച്ചത്? ഈ പ്രകോപനം കോഴിയെ ചൊല്ലി എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥ പ്രകോപനം? സുഹേൽ, കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. തൻ്റേതെന്ന് കരുതി അയൽവാസി കോഴിയെ വീട്ടിൽ പിടിച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു സംഘർഷത്തിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായിരിക്കുന്നത്. അതായത് മരിച്ചിരിക്കുന്നത് 82 വയസ്സുള്ള മുരുകയ്യനാണ്. തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്താണ് സംഭവം ഉണ്ടായത്. അയൽവാസികളായ 3 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒളിവിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടുകൂടി ഈ മുരുകയ്യൻ തൻ്റെ വീട്ടിലേക്ക് വന്ന അയൽവാസിയുടെ കോഴിയെ വീട്ടിൽ പിടിച്ചു വെക്കുകയായിരുന്നു. സത്യത്തിൽ ഇയാൾക്കിത് തൻ്റെ വീട്ടിലെ കോഴിയാണോ അയൽവാസിയുടെ വീട്ടിലെ കോഴിയാണോ എന്നറിയില്ല. കാരണം ഇയാൾ കൂടുതൽ കോഴിയെ വളർത്തുന്നയാളാണ്. മകനാണ് ഈ കോഴി വളർത്തൽ നടത്തുന്നത്. അപ്പോൾ തൻ്റെ വീട്ടിലേക്ക് വന്ന കോഴിയെ സന്ധ്യ ആയതോടുകൂടി ഇയാൾ വീട്ടിലേക്ക് വയ്ക്കുകയായിരുന്നു. ശേഷം തൊട്ടടുത്ത വീട്ടിലുള്ള 3 പേർ ഈ വീട്ടിലേക്ക് എത്തി. അതായത് വീരമണി, ഒപ്പം തന്നെ ഭാര്യ സെൽവറാണി, മകൻ ബാബുരാജ്. ഇവർ വീട്ടിലേക്ക് എത്തി തങ്ങളുടെ കോഴിയാണ്, ഇതിനെ വിട്ടു നൽകണമെന്ന് മുരുകയ്യനോട് പറഞ്ഞു. എന്നാൽ മകൻ എത്തിയതിനു ശേഷം മാത്രമേ കോഴിയെ വിട്ടു നൽകാൻ കഴിയുള്ളൂ എന്നാണ് മുരുകയ്യൻ പറഞ്ഞത്. പിന്നാലെ ഇതിൽ പ്രകോപിതരായി ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടയിൽ ഈ മുരുകയ്യന്റെ നെഞ്ചിൽ ചവിട്ടേറ്റു. ഈ നെഞ്ചിലേറ്റ ചവിട്ടാണ് മരണകാരണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇയാൾക്ക് 89 വയസ്സുണ്ട്. അപ്പോൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നെഞ്ചിൽ ചവിട്ടേറ്റിയതാണ് ഈ മരണകാരണം എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം സ്ഥലത്തേക്ക് പോലീസ് എത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മുരുകയ്യൻ മരിച്ചിരുന്നു. അങ്ങനെ ഈ 2 വീട്ടുകാർ തമ്മിൽ ഇപ്പോൾ വലിയ തർക്കങ്ങളും വാക്കേറ്റവും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 പേർ ഇപ്പോൾ ഒളിവിലാണുള്ളത്. പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്തായാലും ഒരു കോഴി തൻ്റെ വീട്ടിലേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വാക്കേറ്റത്തിനൊടുവിൽ അതൊരു സംഘർഷത്തിലേക്കൊക്കെ പോകുന്നു. ഒരു 89 വയസ്സുകാരൻ മർദ്ദനമേറ്റ് മരിക്കേണ്ടി വരുന്നു. അങ്ങനെ അത്തരത്തിലൊരു സംഭവമാണ്, ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് എന്തായാലും ഈ പ്രതികൾക്കായി അന്വേഷണം നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സുഹൈൽ.